ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലിട്ടുമാസ് മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ. കുറച്ചു നാൾ മുന്നേ നമ്മൾ പിമക്ക എന്നൊരു തായ്ലാൻഡ് ഹൊറർ കോമഡി കണ്ടിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗമായ കങ്മാക് എന്ന അടുത്ത ഹൊറർ കോമഡിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഏകദേശം ഈ രണ്ട് സിനിമയുടെയും കഥാതന്തു വിസ്ത്ര വിഷ്ടാകാരം ഒരേപോലെയാണ്. അതിലെ കഥാപാത്രങ്ങളും ഇൻസിഡൻസുമാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ്, എന്നാൽ വളരെ രസകരവുമാണ്. വൈകിയതിൽ ക്ഷമിക്കുക. പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു ഗർഭിണിയായ സുന്ദരിയായ സ്ത്രീ അവളുടെ കുഞ്ചുവഞ്ചി കരയ്ക്കടുപ്പിച്ച് കെട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നേരം വഴിയെ പോയ ഒരു അയൽവാസി നമസ്കാരം ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് വീടിനകത്തേക്ക് പോയ പെണ്ണ്, പ്രാന്തലും തൂക്കി വീടിനകത്തേക്ക് പോയ പെണ്ണിന് പെട്ടെന്ന് ഗർഭപാത്രം പൊട്ടി ചോര ഒലിക്കാൻ തുടങ്ങും. പ്രസവിക്കാനുള്ള സമയമായിട്ടില്ല. അതിനു മുന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത്. പെണ്ണ് അനങ്ങാൻ പറ്റാതെ നിലത്തേക്ക് വീഴുന്നു. അവളുടെ ഭർത്താവിന്റെ പേര് കങ്മക്കാ എന്ന് വിളിച്ചു പറയാണ്. പാവം. ഈ സമയത്താണെങ്കിൽ ഭർത്താവ് യുദ്ധക്കളത്തിൽ മറ്റൊരു രാജ്യത്തോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങേരെ ഒരു പട്ടാളക്കാരനായിരിക്കും. ഗ്രനേഡ് എറിഞ്ഞ് ഒരുപാട് പട്ടാളക്കാര് പൊട്ടിത്തെറിച്ച് ചെതറി വീഴുന്നുണ്ട്. കൂടുള്ള പലർക്കും പരിക്ക് പറ്റി. ഹീറോയ്ക്ക് വയറ്റിലൊരു വെടിയുണ്ടയും കൊണ്ടിട്ടുണ്ട്. ഇവരെല്ലാവരും വിശ്രമിച്ച് ഇരിക്കുന്ന സമയത്ത് ഹീറോ തന്റെ ഭാര്യയുടെ ഫോട്ടോയും നോക്കി വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്ത് മറ്റൊരു പട്ടാളക്കാരൻ അയാളുടെ ദണ്ണം കൊണ്ട് പാട്ട് പാടുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു കൈ പോയി. കൂടുള്ള കൂട്ടുകാരനാണെങ്കിൽ എന്താടാ നീ ഇങ്ങനെ വായിട്ട് അലച്ചുകൊണ്ടിരിക്കുന്നു, മെല്ലെ പറഞ്ഞ പോരെ, ഇത്രയും തൊള്ളയിട്ട് പറയണോ? ഇത് കേൾക്കുമ്പോൾ ചിന്ന പയ്യൻ പട്ടാളക്കാരൻ അവൻ ആ താടിക്കാരൻ ചെവി കേൾക്കാത്ത കൂട്ടുകാരനോട് പറയാണ്, നിന്റെ കർണപടം പൊട്ടിപ്പോയില്ലേ, നിനക്ക് കേക്കില്ല എന്ന് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ഒച്ചയ്ക്ക് പറയുന്നത്. അപ്പൊ ആ താടിക്കാരൻ, എനിക്ക് ചെവിക്ക് അടി കിട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ, ഞാൻ മുഴുവൻ പൊട്ടനായിട്ടില്ല, പറയുന്നത് കേൾക്ക. അതിന് ചിന്നപ്പയ്യനാണെങ്കിൽ വിടുന്നില്ല, നീ പൊട്ടനായി, നിനക്കിപ്പോൾ ചെവി കേൾക്കില്ല, നീ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവൻ വാക്കി കാണിക്കുവാണ്. താടിക്കാരൻ ചോദിക്കും, നീ എന്താടാ പറഞ്ഞതെന്ന്. അപ്പം ചിന്നവൻ, കണ്ടോ നിനക്ക് ചെവി കേൾക്കണില്ലല്ലോ, അതാണ് ഞാൻ പറഞ്ഞത് നീ പൊട്ടനാണെന്ന്. നീ അക്സെപ്റ്റ് ചെയ്യ്, നിനക്ക് ചെവി കേൾക്കാത്തത് നീ അക്സെപ്റ്റ് ചെയ്യ്, എന്ത് പറ്റിയാലും വിഷമിക്കാതെ രണ്ടുപേരും ക്ലാപ്പ് ചെയ്യുന്നും പറഞ്ഞ് അപ്പന്മാർ പാട്ടും പാടി ക്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ആ കൈ പോയ മനുഷ്യനെ നോക്കുമ്പോൾ, എനിക്ക് ഒറ്റ കൈയുള്ളൂടാ, നിങ്ങൾ ക്ലാപ്പ് ചെയ്യുന്നു പറയും. പാവം. ഇതിലൊരു മൂത്താശാരിയുണ്ട്, മൂത്താൻ. അയാളാണെങ്കിൽ 2 അടി ഉണ്ടെന്നും പറഞ്ഞ് നിങ്ങളൊക്കെ ഒതുങ്ങി പേടിച്ചിരിക്കുകയാണോ? നമ്മൾ പട്ടാളക്കാരാ, ഈ നാടിന്റെ കാവൽക്കാർ, വിട്ടുകൊടുക്കാൻ പാടില്ല, തോറ്റോടാൻ പാടില്ല, പൊരുതണം, മരണം വരെ പൊരുതണം, എല്ലാവരും ഇറങ്ങ്, നിങ്ങൾ വീണ്ടും പോയി ഫൈറ്റ് ചെയ്യും, നമുക്കൊക്കെ വീട്ടിലേക്ക് പോകണ്ടേ, നിങ്ങൾ പോന്ന് പറയും പുള്ളി. അപ്പൊ ഇവര് ചോദിക്കുകയാണ്, ഞങ്ങൾ പോകാം, ആശാൻ വരുന്നില്ലേ? ഉടനെ ആശാൻ, നിങ്ങളൊക്കെ ചെറുപ്പല്ലേ, എനിക്കാണെങ്കിൽ പ്രായമായി, ഓടാനൊന്നും പറ്റുന്നില്ല, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, ഇവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അപ്പൊ ഈ ജൂനിയർമാരെല്ലാരും കൂടെ പേടിത്തൊണ്ടെത്താന്താ, ഞങ്ങളെക്കാളും എക്സ്പീരിയൻസ് ഉണ്ടെന്നും പറഞ്ഞ് ഒളിച്ചിരിക്കുക. താൻ പോടോ, ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പം ഹീറോ എഴുന്നേറ്റ് വന്ന്, നിങ്ങൾ ആരും പോയില്ലെങ്കിൽ ഞാൻ പോകും, എനിക്ക് യുദ്ധം തീർക്കണം, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലണം, അവൾ ഇപ്പം തന്നെ പ്രസവിച്ചിട്ടുണ്ടാവും, എനിക്ക് എൻ്റെ ഭാര്യനെയും കുഞ്ഞിനെയും കാണണം, ഇനിയും എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല, മനസ്സിലാവുന്നുണ്ടോടാന്ന് പറഞ്ഞ് ചെറിയവൻ്റെ മൂക്കിലേക്കൊക്കെ തുപ്പുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഇവരെ മോട്ടിവേറ്റ് ചെയ്ത് ഇവനെല്ലാവരെയും യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോകും. ഇവരാകെ കുറച്ച് പേരേ ഉള്ളൂ. എല്ലാവരും തോക്കെടുത്ത് ഓടുകയാണ് എതിർ ടീമിന്റെ നേരെ. ഈ സമയത്ത് ഗ്രാമത്തിൽ കങ്മാക്കിന്റെ ഭാര്യ അവളെ കുഞ്ഞിനെയും കയ്യിൽ വെച്ച് കങ്മക്കാ എന്ന് വിളിക്കുന്നുണ്ട്. ഈ വിളി കേട്ടുടനെ ആ നാട്ടിലെ ഗ്രാമവാസികളെല്ലാം പേടിച്ചരണ്ട് കുട്ടികളെയും കൊണ്ട് വീടിനകത്തേക്ക് ഓടിപ്പോയി കഥ അടയ്ക്കും. എന്താ സംഭവിക്കണമെന്നറിയില്ല. ആ നേരം ഇവിടെ കങ്മക്കയും കൂട്ടുകാരും കുറെ വെടിയൊക്കെ കൊണ്ട് യുദ്ധത്തിൽ പരാജയപ്പെട്ടൊരു മൂലയിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴും ആശാൻ വിടുന്നില്ല. യഥാർത്ഥ പോരാളികളെ പോലെ ചാടി അടിക്കണം, നമ്മൾ ചാടി അടിക്കുന്നു പറയുമ്പോൾ ഒരുത്തൻ ചാടി വെടികൊണ്ട് ഇവരുടെ മുന്നിലേക്ക് തന്നെ വന്ന് വീഴും. ഇനി വേറെ വഴിയില്ല, രക്ഷപ്പെട്ട് ഓടാനും പറ്റൂല. എന്നാ പിന്നെ ഇറങ്ങടാന്ന് പറഞ്ഞ് ഓരോരുത്തരായിട്ട് തോക്കും വെച്ച് ഇറങ്ങാണ്. എല്ലാവരും വെടികൊണ്ട് വീഴും. ഇവരെയൊക്കെ രക്ഷപ്പെടുത്തുകയെന്നും പറഞ്ഞ് ഒരുത്തന്റെ മുടി പിടിച്ച് വലിച്ചിട്ട് മറ്റൊരുത്തന്റെ കഴുത്തെ പിടിച്ച് ഞെരുക്കി ഇവൻ തന്നെ കൊന്നുകളയും തോന്നുന്നു. എങ്ങനെയൊക്കെയോ വലിച്ചെല്ലാവരെയും ഒരു മൂലയെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്, കൂടുതൽ അപകടം പറ്റാതിരിക്കാൻ വേണ്ടി. ഹീറോയ്ക്കാണെങ്കിൽ പള്ളയിലൊരു വെടി കൊണ്ടതുകൊണ്ട് അവന്റെ ബോധവും പോകും. എല്ലാവരും ചത്തുന്ന് വിചാരിക്കുമ്പോൾ പിറ്റേന്ന് നേരം പുലരും. ഹീറോയും അവന്റെ ആശാനും പിന്നെ 3 കൂട്ടുകാരും, ഇവർക്ക് മാത്രം ഭാഗ്യത്തിന് ജീവനുണ്ട്. ഇവരെ നാട് ഫൈറ്റർ ജെറ്റൊക്കെ ഇറക്കി എതിർ ടീമുകളെ അടിച്ചൊതുക്കി. അങ്ങനെ യുദ്ധം കഴിഞ്ഞു. ഇപ്പോൾ സുഹൃത്തുക്കളായ 5 ഉണ്ട് അല്ലേ, 5 പേരും കൂടെ അവരവരെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇതില് ഓരോരുത്തരുടെ ഗ്രാമവും കഴിഞ്ഞാണ് അടുത്ത ആൾക്കാരുടെ ഗ്രാമം വരുന്നത്. അതിൽ ആദ്യത്തെ ഗ്രാമം എന്റേതാണ്. വാട്ടർ ബോട്ടിലും വെച്ച് ഹീറോ കാണിച്ചു കൊടുക്കും, ആദ്യ ഗ്രാമം എന്റേതാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ആദ്യം ചെന്ന് എൻ്റെ ഭാര്യയുടെ കൈകൊണ്ട് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ. അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോയി. ബോട്ടിലൂടെയാണ് ഇവർ യാത്ര. പോകുന്ന വഴി ഭാര്യയ്ക്ക് എന്തൊക്കെയാണ് പാചകം ചെയ്യാൻ അറിയാം, മട്ടൻ കറി വെക്കാൻ അറിയോ, കിച്ചടി വെക്കാൻ അറിയോ, ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ അറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് അറിയാത്ത ഒരു വിഭവമില്ല, അത്ര രുചിയുള്ള ഭക്ഷണമെന്ന് പറയും ഹീറോ. അങ്ങനെ പലതും സംസാരിച്ച് അന്തിമോന്തി നേരത്തെ ഇവർ ഹീറോയുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു.
എത്തിയ ഉടനെ ഹീറോ ചാടി ഇറങ്ങി സാരി സാരി എന്ന് വിളിച്ച് വീട്ടിലേക്ക് ഓടി ചെല്ലുകയാണ്. സാരി എന്നാണ് ഭാര്യയുടെ പേര്, കുഞ്ഞിന്റെ പേര് ഡൗസർ. ഇവരെ ഇറക്കി വിട്ട് ആ വീട് കണ്ട ഉടനെ ഇറക്കി വിട്ട തോണിക്കാരൻ പേടിച്ച് അവിടെ നിന്ന് ഓടിക്കളയും. നമ്മുടെ കൂട്ടുകാർ തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ കണ്ണെത്താ ദൂരത്ത് എത്തിക്കഴിഞ്ഞു. ഇതെന്താണ് ഇയാൾ വിട്ടിട്ട് പോയെ, ഇവിടെ എന്താ സംഭവിക്കണമെന്ന് അവർക്ക് മനസ്സിലാവില്ല. ഈ സമയത്ത് കങ്മക്ക ഓടിച്ചെന്ന് വീടിനകത്ത് സാരി സാരി എന്ന് വിളിച്ച് കയറുമ്പോൾ അവന്റെ ഭാര്യ ഉണ്ടാവും. അവളെ കെട്ടിപ്പിടിക്കുകയാണ്. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇവൻ കെട്ടിപ്പിടിക്കുമ്പോൾ വയറിന് വേദനയുണ്ടെന്ന് പറയും. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴാണ് അവന്റെ വയറിനും കൈക്കും പരിക്ക് പറ്റിയത് ഹീറോ കാണിച്ചു കൊടുക്കുക. ഭാര്യയ്ക്ക് വിഷമാവും. അങ്ങനെ അവര് രണ്ടുപേരും സുഖവിവരങ്ങൾ കൈമാറുന്ന സമയത്ത് ഇവിടെ പുറത്ത് നമ്മുടെ ആശാൻ, എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോയ ഉടനെ അവളെ കെട്ടിപ്പിടിച്ച് ഇറുക്കി അണച്ചങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞ് അയാളുടെ കാട്ടായം കാണുമ്പോൾ ഈ ചെറുക്കന്മാർക്ക് ഛർദ്ദിക്കാൻ വരും. ഈ സമയത്ത് കങ്മക്കാണെങ്കിൽ നിന്റെ വയറെവിടെ, കുഞ്ഞിന് എന്ത് സംഭവിച്ചു, ദൈവമേ എൻ്റെ കുഞ്ഞ് അലസിപ്പോയോ എന്ന് പറഞ്ഞ് അവൻ നിലത്ത് കിടന്ന് ഉരുളുകയാണ്. ഇപ്പൊ ഭാര്യ പറയും, നീ പ്രാന്തനാണോ, കുഞ്ഞിനെ കണ്ടില്ലല്ലോ, ദോണ്ടെ അവിടെ കിടക്കണ കുഞ്ഞ്, ചെന്ന് നോക്കെന്ന് പറയും. ഹീറോ ഓടി ചെല്ലാണ്. കുഞ്ഞിനെ വാരിയെടുത്ത് അവളുടെ അമ്മയുടെ അതേ കണ്ണ്, അതേ മൂക്ക്, എന്ത് സുന്ദരി എൻ്റെ മോള്. ഇപ്പൊ ഭാര്യ പറയും, ഇത് പെൺകുട്ടിയല്ല മണ്ട, ആൺകുട്ടിയാ. ഹീറോ, നീ തുണി ഇട്ട് കഴിഞ്ഞ് ഞാനിങ്ങനെ മനസ്സിലാക്കുക, എന്തായാലും അച്ഛൻ്റെ അത്രയും ആണത്തുള്ള ആൺകുട്ടിയായിട്ട് തോന്നുന്നുണ്ട്. കുഞ്ഞിന് എന്താ പേരെന്ന് ചോദിക്കുമ്പം നിങ്ങൾ എപ്പോഴും പറയാറില്ലേ, ആ പേരാണ് ഞാൻ വെച്ചിരിക്കുന്നത്, ചിപ്ലുക്ക്. ഈ ചിപ്ലുക്ക് എന്നുള്ള പേര് കേൾക്കുമ്പോൾ പുറത്ത് നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചിരിക്കാൻ തുടങ്ങും. ഇതെന്താടാ കുമ്പളങ്ങ നിലത്ത് വീണ സൗണ്ടാണല്ലോ ഇവർ പേരാക്കി കൊടുത്തിരിക്കുന്നത്. അത് കഴിയുമ്പോൾ ഹീറോ തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും കൂട്ടുകാർക്ക് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. കൂട്ടുകാരെല്ലാം അവരോരോരുത്തരുടെയും പേര് പറയും. ഞങ്ങളാണ് നിന്റെ ഭർത്താവിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചെത്തിച്ച്. അതിൽ നമ്മുടെ ചിന്ന പയ്യൻ അവൻ പറയാണ്, കന്മാക്കിന് ഒരു ടെംപ്റ്റേഷനും ഇല്ലാണ്ട് വഴിതെറ്റിപ്പോകാതെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുക. ഉടനെ പെരുത്തവൻ ചോദിക്കും, യുദ്ധഭൂമിയിൽ എവിടെയാണ് ടെംപ്റ്റേഷൻ, അവിടെ ബോംബ് കണ്ടിട്ടാണ് മൂടാവേണ്ടത്. അപ്പോഴാണ് നമ്മുടെ താടിക്കാരൻ, എൻ്റെ പേര് സൊല വിൻസെൻസിയോ, നിങ്ങൾക്ക് ഏതെങ്കിലും സിസ്റ്റർ ഉണ്ടോ? ഇല്ല, ഞാൻ ഒറ്റ മോളാന്ന് പറയും സാരി. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരികൾ? ഇല്ല, അങ്ങനെ ആരുമില്ല. നിങ്ങളുടെ അത്രയും സൗന്ദര്യമുള്ള ആരും ഇവിടെ ഇല്ല? ഇല്ല, ഈ നാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത് എൻ്റെ ഭാര്യയ്ക്കാന്ന് പറയും ഹീറോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അമ്മ ഇപ്പം എന്ത് ചെയ്യുന്നു? മിണ്ടാരിക്കട, വന്നിടത്തും വായി നോക്കി സ്വന്തമായിട്ടൊരു ഭാര്യനെ കണ്ടുപിടിക്കുന്നും പറഞ്ഞു കൂട്ടുകാരവനെ ചീത്ത പറഞ്ഞിട്ട്, ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള വണ്ടിയില്ല, വഞ്ചിക്കാരൻ പോയി കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിക്കും. അപ്പൊ ഹീറോ പറയാണ്, ഇന്നെന്നെ തിരിച്ചു പോണ്ട, ദാ എതിർഭാഗത്ത് കാണുന്നത് എൻ്റെ ആന്റിയുടെ വീടാ, ആന്റി ഇപ്പൊ ജീവനോടെ ഇല്ല, നിങ്ങൾക്ക് ഇന്ന് രാത്രി അവിടെ താമസിക്കാം, എന്നിട്ട് നാളെ സാരിയുടെ കൈകൊണ്ട് എല്ലാവിധ ഭക്ഷണങ്ങളും നമുക്കുണ്ടാക്കി കഴിക്കാം, ഓക്കെ എല്ലാം ചോദിക്കുമ്പോൾ താടിക്കാരൻ, തീർച്ചയായിട്ടും ഞങ്ങൾ സാരിയുടെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുകയാണ്, ഇന്ന് രാത്രി ഇവിടെ താമസിച്ചോളാം, ഓക്കെ, ഐ ലവ് യു സാരി എന്ന് പറയവ. ഉടനെ കൂട്ടുകാർ, എന്താണ് നിനക്ക് പ്രാന്തായോ, ഐ ലവ് യു സാരി എന്നോ, സ്വന്തം കൂട്ടുകാരന്റെ ഭാര്യനെ കട്ടെടുക്കാൻ നോക്കണോ? ഉടനെ താടിക്കാരൻ പറയും, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച്, സാരിയും സാരിയുടെ കുടുംബത്തെയും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു, പോരെ നമുക്കിനി തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് ഇവർ അവരുടെ തന്നെ ഹീറോയുടെ തന്നെ വീട്ടിലുള്ള ഒരു കൊച്ചു വഞ്ചിയില്ലേ, അതിൽ കയറി തുഴഞ്ഞ് ഈ പുഴയും കടന്ന് ആ ആന്റിയുടെ വീട്ടിലേക്ക് വന്ന് താമസം ഉറപ്പിക്കുകയാണ്. അവർ പോയി കഴിയുമ്പോൾ ഭാര്യ പറയും, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കൊഞ്ചൽ സംഭാഷണം. ഭാര്യ പിണക്കം കാണിക്കുക, ഞാൻ എത്ര വിഷമിച്ചു എന്നറിയോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കാണോ എന്ന് ആലോചിച്ച് ഒരുപാട് കരഞ്ഞു, പേടിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഹീറോ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇനിയിപ്പം അങ്ങനെ യുദ്ധഭൂമിയിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, മരണപ്പെട്ടാൽ ഒരു പ്രേതമായിട്ടെങ്കിലും തിരിച്ചു വരും, നിന്നെയും കൊച്ചിനെയും കാണാൻ, അങ്ങനെ വിട്ടുകൊടുക്കൂല. അപ്പൊ ഭാര്യ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ കാത്തിരുന്ന് ഞാനാണ് മരിച്ചെങ്കിലോ എന്താ ചെയ്യാ? ഹീറോ പറയും, ഭാഗ്യത്തിന് അങ്ങനെ സംഭവിച്ചില്ലല്ലോ, എനിക്കത് മതി, നമ്മൾ ഓരോന്ന് പറഞ്ഞ് ഉള്ള മൂട് കളയണ്ട, ഇപ്പം ഞാൻ തിരിച്ചു വന്നില്ലേ, നമുക്ക് 3 പേർക്കും സന്തോഷത്തോടെ ഇനി ഒരു 100 കൊല്ലം ജീവിക്കാം. ഭാര്യയാണെങ്കിൽ, ഇനിയും നമ്മൾ പിരിയോന്ന് എനിക്ക് പേടിയുണ്ട്, എന്നെ വിട്ടു പോവില്ലല്ലോ, ഞാൻ ഒരിക്കലും പോവില്ല പൊന്നേന്നും പറഞ്ഞ് അവൻ കെട്ടിപ്പിടിക്കുകയാണ്. ആ നേരം കൂട്ടുകാരെല്ലാം കിടന്നുറങ്ങി. ഈ പെരുത്ത ജിമ്മൻ മാത്രം രാത്രി എന്തോ കണ്ട് പേടിക്കും. അവൻ പേടിച്ച് കാറുക, നേരം പുലർന്നു കഴിഞ്ഞു. ഇവന്റെ കാറിച്ച കേട്ട് എഴുന്നേറ്റ ബാക്കിയുള്ളവന്മാര് അവന്റെ പുറത്ത് കയറിയിരുന്ന് ഇടിക്കുന്നുണ്ട്. ആളിനിയും കണ്ണു തുറക്കുന്നില്ല. അപ്പൊ താടിക്കാരൻ അവന്റെ ചെള്ളക്കിട്ട് 2 പൊട്ടിക്കും, എന്നിട്ടും അവൻ കണ്ണു തുറക്കുന്നില്ല. നമ്മുടെ മൂത്താശാൻ മുട്ടുമടക്കി ഒരു കിക്ക് കൊടുക്കുന്നുണ്ട്, എന്നിട്ടും എഴുന്നേക്കുന്നില്ല. സോ ഇവര് 3 പേര് 2 കൽപ്പിച്ച് ചെയറും വട്ടിയും കൊട്ടയൊക്കെ എടുത്തിട്ട് വരികയാണ് അവനെ തല്ലി പീസാക്കാൻ. ഭാഗ്യത്തിന് ചെക്കൻ കണ്ണു തുറന്നു. നിങ്ങൾ എന്താടാ ചെയ്യാൻ പോണെന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങളിവിടെ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കാന്നും പറഞ്ഞിട്ട് അവരെല്ലാം പെറുക്കി വെക്കും. ഇവനാണെങ്കിൽ വേദനിച്ചിട്ട് എഴുന്നേക്കുക, എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, ഒന്നും മനസ്സിലാവുന്നില്ല. ആ നേരത്ത് ഹീറോ വിളിക്കും, ചക്ക ഫജ്റോ എല്ലാവരും എഴുന്നേക്ക്, നമുക്ക് മാർക്കറ്റിൽ പോണ്ടേ, എന്നല്ലേ
സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റുള്ളൂ. സാരി നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ റെഡിയായിട്ട് നിൽക്കുക, വായോ എല്ലാവരും വായോ, നമുക്ക് മാർക്കറ്റിൽ പോകാമെന്നും പറഞ്ഞ് കൂട്ടുകാരെ വിളിച്ചു കഴിഞ്ഞ് മാർക്കറ്റിൽ പോകാൻ നോക്കുമ്പോൾ നമ്മൾ ആദ്യം കണ്ടില്ല ഒരു തുഴവഞ്ചിക്കാരൻ, മീൻപിടുത്തക്കാരൻ, അയാൾ വരുന്നുണ്ട്. അയാള് ഹീറോയുടെ പഴയ കൂട്ടുകാരനാ, സെസപ്പേ എന്നാണ് പേര്. സെസപ്പേ എന്ന് വിളിക്കുമ്പോൾ ഈ വന്ന വഴിയെ ആള് തിരിച്ച് തുഴഞ്ഞ് ഓടിപ്പോയി. എന്താ പറ്റിയെന്ന് അറിഞ്ഞില്ല. ശരി, ഇനി അയാളുടെ കൂടെ വേണ്ട, നമുക്ക് നമ്മുടെ വഞ്ചി പോവാന്നും പറഞ്ഞ് ഇവര് തന്നെ ഇവരുടെ ആ കൊച്ചു വഞ്ചി എടുത്ത് തുഴഞ്ഞ് പോവാണ്. അപ്പൊ ജിമ്മൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഹീറോയിൻ കുഞ്ഞിനെയും പിടിച്ച് നിപ്പുണ്ടാവും വീട്ടു പഠിക്കല്. പക്ഷെ ദേഷ്യത്തിൽ നിൽക്കുക, എന്തോ ഒരു ദേഷ്യമുണ്ട് മുഖത്ത്. വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ പെണ്ണിനെ കാണുന്നില്ല. ഇയാൾക്ക് സംശയമാവും. എന്തായാലും അതവിടെ ഡ്രോപ്പായി. ഇപ്പൊ ഇവര് മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ ഒരു മുത്തശ്ശനുണ്ട്, ഹീറോയ്ക്ക് അറിയുന്ന പഴയൊരു കച്ചവടക്കാരൻ. ഹീറോ അയാളെ കണ്ട ഉടനെ അയാളെ പേരും വിളിച്ച് ഓടി വരും. മുത്തശ്ശ, സാരി ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ പോവാ, കുറച്ച് പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും വേണം. നിങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ലേ? പിന്നെന്താ, എല്ലാം ഉണ്ടല്ലോ, എല്ലാം എടുത്ത് കൊടുക്ക് എന്ന് പറഞ്ഞ് ഇവര് ചോദിക്കുന്നതെല്ലാം ഓരോന്നായിട്ട് ഉടനെ തന്നെ പുള്ളിക്കാരൻ എടുത്തു കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേടിക്കുന്നുണ്ട്. ഇവര് ചോദിക്കുന്നതെല്ലാം കിട്ടുന്നുണ്ടല്ലോ. ഒരു ആടിനെ കിട്ടുമെന്ന് ചോദിക്കും, ആടിനെയും കൊണ്ടുവന്ന് കൊടുത്തു. എല്ലാം കിട്ടി. ദൈവത്തെ പോലെ എല്ലാം കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സ്ട്രിപ്പർ ഡാൻസർ വേണമെന്ന് പറയും. ബാറിലെ ഡാൻസറിനെ കിട്ടുമെന്ന് ചോദിക്കുകയാണ് ഇവര്. അതും ഇപ്പൊ തരാന്ന് പറഞ്ഞ് അപ്പൂപ്പൻ ഷെഡിനകത്തേക്ക് കയറിപ്പോ. തുണിയൊക്കെ പുറത്തേക്ക് പറന്നു വരുന്നുണ്ട്. ഇതോ പെണ്ണിറങ്ങി വരികയാണെന്ന് വിചാരിക്കുമ്പോൾ പാവം ഈ അപ്പൂപ്പൻ തന്നെ വന്നിട്ട് നിന്ന് പോസ് ചെയ്യുവാണ്. ഇപ്പന്മാര് കണ്ണ് പൊത്തിയിട്ട് ഈ സ്ട്രിപ്പർ വേണ്ട, ഞങ്ങൾക്ക് മതി, ആവശ്യത്തിനുള്ളതായി, തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങും. ആ സീൻ കണ്ട മടുപ്പിന് കുറച്ച് കള്ളു കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞ് ഇവർ കള്ളു ഷാപ്പിലേക്ക് കയറുകയാണ്. കയറുമ്പോൾ അവിടെ ഒരു മന്ത്രവാദി ഉണ്ടാവും, വായിൽ പുകലയും ചവച്ചിട്ട്. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നു, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും, എനിക്കറിയാം, ഇനി നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് കുറച്ച് കള്ള് വായിലേക്ക് ഒഴിച്ചിട്ട് എല്ലാവരുടെയും മോന്തയ്ക്ക് തുപ്പും. പ്രേതങ്ങളുടെ കൂടെ ജീവിക്കുള്ളൂ. നിങ്ങൾ പ്രേതങ്ങളാണോ മനുഷ്യരാണോടാ? ഉടനെ ജിമ്മൻ ചോദിക്കുകയാണ്, പ്രേതോ? ഏത് പ്രേതം? ആ മന്ത്രവാദി പറയും, കങ്മാക്കിന്റെ ഭാര്യ, അവള് പ്രേതാണ്, അവളുടെ കൂടെയല്ലേ ഞങ്ങൾ ജീവിക്കുന്നു. ഉടനെ കൂട്ടുകാർക്ക് പേടിയാവും, ഈ തള്ള പറയുന്നത് സത്യമാണോ? ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ലെങ്കിൽ കുനിഞ്ഞ് കവട്ടയുടെ ഇടയിൽ കൂടെ നോക്കിയാൽ മതി, അവള് പ്രേതാണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാവും. സൂക്ഷിച്ചോ മക്കളെ എന്നും പറഞ്ഞ് ആ മന്ത്രവാദി അമ്മ ഇറങ്ങിപ്പോവാ. ഹീറോ ആണെങ്കിൽ ആ സമയത്തൊക്കെ ചിരിക്കുകയായിരിക്കും. അത് മന്ത്രവാദിയല്ല, ഭ്രാന്ത് പറയുന്ന ഒരു തള്ളയാ. എന്തൊക്കെയോ വിളിച്ചു പോകുന്നു. കാര്യാക്കണ്ടെന്നും പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് സാധനങ്ങളെല്ലാം കെട്ടിപ്പിറക്കി വീട്ടിലേക്ക് തിരിച്ചു വരാണ്. വന്ന് ഈ പലചരക്കൊക്കെ ഭാര്യയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പം ഭാര്യ ചോദിക്കും, ഈ ഗ്രാമവാസികൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഹീറോ പറയും, അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ, നിനക്ക് സുഖമാണോന്ന് മാത്രമേ എല്ലാവരും ചോദിച്ചുള്ളൂ. പ്രേതാണെന്ന് പറഞ്ഞ കാര്യം ഹീറോ ഇപ്പൊ പറയുന്നില്ല. ഈ സമയത്ത് കൂട്ടുകാർക്കൊക്കെ സംശയം, ശരിക്കും സാരി പ്രേതം തന്നെയാണോ? ആ അമ്മച്ചി പറയുന്നതിൽ സത്യം ഉണ്ടാവോ? അതുകൊണ്ടാണോ ഇനി നാട്ടുകാർ പേടിക്കുന്നത്? താടിക്കാരൻ പറയാണ്, പ്രേതമൊക്കെ ഒടിഞ്ഞു തൂങ്ങി കരിഞ്ഞല്ല ഉണ്ടാവുക, ഇത്രയും ചന്തമുള്ള പ്രേതം നാട്ടിലെവിടെയും ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ ജിമ്മൻ, ശരി എന്നാ പിന്നെ കൺഫ്യൂഷൻ വേണ്ട, ആ മന്ത്രവാദി പറഞ്ഞതുപോലെ നമുക്ക് കുനിഞ്ഞ് കാലിന്റെ ഇടയിൽ കൂടെ നോക്കിയാൽ പോരെ? ഒരാൾ ചെന്ന് നോക്ക്. ആരാ ഇനി നോക്കുക? ഉടനെ നമ്മുടെ ചിന്നത്തമ്പി, എനിക്ക് അപ്പിടാൻ പോണം, ഞാൻ കാലത്ത് മറന്നുപോയി, വളരെ അർജന്റാ, നിങ്ങൾ തീരുമാനിക്കുന്നു പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോ. ഇനി 3 പേരുണ്ട്. ജിമ്മൻ പറയാണ്, ഞാനല്ലേ ബോട്ട് തുഴഞ്ഞതും കെട്ടിവെച്ചതും, എന്റെ പണി ഞാൻ ചെയ്തു, ഇനി നിങ്ങൾ 2 പേരിൽ ആരെങ്കിലും തീരുമാനിക്കും. ആശാനാണെങ്കിൽ ഞാൻ മൂത്ത ആശാനാ, എനിക്ക് പണിയെടുത്ത് ക്ഷീണായി, ആരാണോ എന്നെ മസാജ് ചെയ്യുന്നത് അയാൾ ഇവിടെ നിൽക്കട്ടെ, അടുത്ത ആള് ചെന്ന് സാരിനെ ചെക്ക് ചെയ്യട്ടെ. ഉടനെ ജിമ്മൻ ചാടി മസാജ് ചെയ്യാൻ തുടങ്ങും. താടിക്കാരനോട് ആ ആടിനെയും കൊടുത്ത് സാരിയെ പ്രേതമാണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വരാൻ പറയും. താടിക്കാരനും ചെറിയ പേടിയോടെ ചെന്ന് അടുക്കള ഭാഗത്ത് ചെന്ന് ഈ ആടിനെ കെട്ടിവെച്ചിട്ട് മെല്ലെ പോയി കുനിഞ്ഞു നോക്കുകയാണ് സാരിയെ. സാരി എന്തോ ഒരു അനക്കം കേട്ട് തിരിയുമ്പം ഈ താടിക്കാരൻ തൊപ്പി, നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്താ ഇവിടെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ താടിക്കാരൻ പറയും, ഞാൻ ആടിനെ തരാൻ വന്ന, പിന്നെ സാരി ഒറ്റയ്ക്ക് കഷ്ടപ്പെടണ്ടല്ലോ, എന്തേലും സഹായം വേണോന്ന് ചോദിച്ചു വന്ന. ഉടനെയുള്ള ഒരു കത്തി എടുത്തിട്ട് എനിക്ക് 2 വാഴല വേണമെന്ന് പറയും. ശരി ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ കൊച്ചിനെയും കൊണ്ട് നമ്മുടെ ആശാനും ജിമ്മനും നിൽക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് പോവാണ്. നിങ്ങളെന്താ പ്രേതത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, എന്താ അറിയണ്ടെന്ന് ചോദിക്കും. അപ്പൊ ആശാൻ പറയും, മാർക്കറ്റിൽ എല്ലാവരും പറയുന്നുണ്ടായിരുന്നല്ലോ സാരി പ്രേതാണെന്ന്, ഞങ്ങൾ അത് കേട്ട് അപ്സെറ്റ് ആയിരിക്കായിരുന്നു. അപ്പൊ ഹീറോ പറയും, ഇത്രയും പാവായിരിക്കുന്ന കുഞ്ഞിനെ കണ്ട് അവര് പ്രേതാന്ന് പറഞ്ഞു, എന്നിട്ട് നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അവരെന്തിനാ അങ്ങനെ പറഞ്ഞേന്ന് ആലോചിക്കുകയായിരുന്നു. എന്തായാലും കൊച്ചിനെത്തായോ, ഞങ്ങൾ കുറച്ചുനേരം കൊഞ്ചിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവരാ കൊച്ചിനെ വാങ്ങിച്ച് കൊഞ്ചിക്കാൻ തുടങ്ങും. കൊഞ്ചിച്ചിട്ട് നമ്മുടെ പെരുത്താൻ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പോഴാണ് ഹീറോ കുഞ്ഞിനെയും കൊണ്ട് വീടിന് വെളിയിലേക്ക് വരുന്നത്. നിങ്ങൾ എന്താണ് ഇവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് ചോദിച്ചിട്ട് നമ്മുടെ ആശ ഞെട്ടിപ്പോവും. അപ്പൊ പുള്ളി കൈ പിടിച്ചുകൊണ്ടിരുന്ന എന്താ, ഒരു വാഴത്തണ്ട്. അതെങ്ങനെ അവിടെ വന്നു? ഇവരത് വലിച്ചെറിഞ്ഞിട്ട് അവിടുന്ന് പേടിച്ച് മാറിപ്പോവും. ഈ സമയം നമ്മുടെ താടിക്കാരൻ
താടിക്കാരൻ, ഇല വെട്ടാൻ പോയ താടിക്കാരന് കാടിനകത്ത് കുറ്റിച്ചെടിയുടെ ഇടയിൽ ചേമ്പുകളുടെ ഇടയിൽ നിന്ന് ഒരു ശബ്ദം, പുടപുടോന്ന് പൊട്ടുന്നൊരു ശബ്ദം. അമ്മേന്ന് പറഞ്ഞ് പിന്നെ ഒച്ച വിളിക്കുമ്പോഴേക്കും നമ്മുടെ ചിന്നപ്പയ്യൻ ചാടി എഴുന്നേക്കാണ് തിരിച്ചൊച്ച വെച്ചിട്ട്. മനുഷ്യന് കക്കൂസി പോകാനും സമ്മതിക്കില്ലടാ, നീ എന്താ അവിടെ കാണിക്കുന്നത്? താടിക്കാരൻ പറയും, നിനക്ക് ഈ നാട്ടിൽ ചേമ്പിന്റെ ഇടയിൽ കിട്ടിയുള്ള കക്കൂസി പോകാൻ, ദൂരെ വല്ലയിടത്തും പോടാ, അടുത്തല്ലേ വീടുള്ളത്, എല്ലാ സമയത്തും തോറണം എന്നുള്ള വിചാരമേ ഉള്ളൂ. അപ്പൊ ചിന്നവൻ ചോദിക്കും, നീ ഇത്രയും പെരുത്ത മനുഷ്യനല്ലേ, എന്നിട്ട് നീ അപ്പിയിടുന്നുണ്ടോ? നീ എപ്പോഴാണ് അപ്പിയിട്ടത്? അവൻ പറയും, ഞാൻ ഇന്നലെ ഇട്ടത്. ഇന്നലെ ഇട്ടിട്ട് ഇത്രയും സമയം വരെ ഇട്ടിട്ടില്ല. നിനക്ക് നാണമല്ലേ? വേണമെങ്കിൽ ഒരു റേസ് വെച്ച് നോക്ക്, ആരാ കൂടുതൽ അപ്പിയിടണേന്ന് നമുക്ക് കാണാം. എനിക്ക് അങ്ങനെ റേസിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ആവശ്യത്തിനുള്ളിൽ ഞാൻ ഇടുന്നുണ്ട്. നീ ഇപ്പോൾ ഇവിടുന്ന് മാറിപ്പോയിക്കോ, ഓൾറെഡി ഇട്ട് നാറ്റിച്ചിട്ടുണ്ടോ? അപ്പൊ ചിന്നപ്പയ്യൻ പറയും, ഞാനൊന്നും ഇട്ട് നാറ്റിച്ചിട്ടില്ല, നിന്റെ വായാണ് അപ്പി പോലെ നാറുന്നു, എന്നാ വേണമെങ്കിൽ മണത്ത് നോക്കെന്നും പറഞ്ഞ് ഇവൻ ചെന്ന് അവന്റെ വാ കൊണ്ട് ഇവന്റെ വാ പൊത്തിപ്പിടിച്ച് മണപ്പിക്കും. മനസ്സിലായോ? ഇങ്ങനെയാണ് മണമെന്ന് പറഞ്ഞിട്ട് അവൻ മാറിപ്പോവാ. ആക്ച്വലി ഇവൻ കൈ കൊണ്ട് തേച്ച് കൊടുത്ത. ഈശ്വര, ഇന്ന് കാണാൻ വയ്യ. ഈ സമയത്ത് ആശാനും പെരുത്താനും തമ്മിൽ ചർച്ച. എന്നാലും അതെങ്ങനെ സംഭവിച്ചു? ഞാൻ കണ്ടതല്ലേ, നമ്മൾ ആ കൊച്ചിനെ കയ്യിലെടുത്തതല്ലേ? എങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഗുണ്ടൻ വരുന്നത്. നീ നോക്കിയോടാ, നീ ചെക്ക് ചെയ്തോ, സാരിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കുമ്പോൾ അവൻ പറയും, സാരി പ്രേതമൊന്നുമല്ല, ഞാൻ നോക്കി, അവൾക്ക് ഒരു കുഴപ്പമില്ല. ഈ നേരത്ത് വീണ്ടും കുറച്ചുകൂടെ കാടിനകത്തേക്ക് കയറി പോവാണ് നമ്മുടെ ചിന്നപ്പയ്യൻ ചെറുത്. ഇവൻ അവിടെ ചെന്ന് വെളിക്കിരിക്കാൻ നോക്കുമ്പോൾ മണ്ണി എന്തോ തിളങ്ങി കിടക്കുന്ന കാണും. നോക്കവേ അതൊരു മനുഷ്യന്റെ കയ്യാ, കയ്യിലൊരു മോതിരമുണ്ട്. ഒന്നുകൂടെ ഇളക്കി നോക്കുമ്പോൾ അതൊരു ഡെഡ് ബോഡിയാണെന്ന് മനസ്സിലായി. അയ്യോ എന്ന് പറഞ്ഞവൻ ജീവനും കൊണ്ട് ഓടുന്ന വഴിക്ക് ഒരു കടന്നൽ കൂടി ഇടിച്ചിട്ട് ഇവന് രക്ഷപ്പെടാനും പറ്റിയില്ല. ചെന്നൊരു കുഴിക്കകത്ത് വീണ് എല്ലാ കടന്നലും അവനെ തുരുതുരാ കൊത്താൻ തുടങ്ങി. അവന്റെ കാറിച്ചാണ് നമ്മുടെ ബാക്കിയുള്ള കൂട്ടുകാർ കേൾക്കുക. അത് ഫജ്റു അല്ലേ, അവനെന്താ കിടന്ന് കാരണേന്ന് പറഞ്ഞ് അവനന്വേഷിച്ച് കാടിനകത്ത് വരും. പെട്ടെന്നാണ് മോന്ത മൊത്തം കുത്തി പൊള്ളി വീർത്ത് ഒരു സോംബീന്റെ കണക്കാവൻ വന്ന് നിൽക്കുക. ഇവര് പേടിക്കും, നിനക്ക് എന്താടാ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവന് ബെദ്ദേ എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റുന്നില്ല. നാക്കിലും ചുണ്ടിലൊക്കെ കടിച്ചുകൊണ്ട് ഇവന് വാക്കുകൾ വരുന്നില്ല. ഇത് കടന്നലാണോ തേനീച്ചയാണോ എന്നുള്ള സംശയമായിരിക്കും അവർ തമ്മിൽ. ഇവന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് ഇവൻ ആക്ഷൻ കാണിക്കും. ഞാൻ ടൗസർ ഊരി ഇരിക്കാൻ നോക്കുമ്പോൾ കൈ രണ്ടും പൊക്കി ഇവൻ കുലുക്കി കാണിക്കുക. എന്താന്ന് എനിക്ക് മനസ്സിലായില്ല, പ്രേതനാണോ ഉദ്ദേശിച്ചത്? ഇവന്മാർക്കും മനസ്സിലാവില്ല. സോ ചെറുക്കനൊരു കമ്പ് എടുത്തുകൊണ്ട് വന്ന് സാരി സൈത്താനാണ്, പ്രേതാണെന്ന് എഴുതി കാണിക്കും. ഇവരെ ഞെട്ടിപ്പോവാ. താടിക്കാരൻ പറയും, ഇല്ല, ഞാൻ ചെക്ക് ചെയ്താണല്ലോ, ഞാൻ അവളുടെ പിന്നാമ്പറത്തൂടെ നോക്കിയിരുന്നു, അവള് പ്രേതമൊന്നുമല്ല. ഇവര് ഞെട്ടും, നീ അവളുടെ എവിടെ നോക്കിയെന്ന്, നീ എന്താ കാണിച്ചേ, ഒന്ന് ചെയ്ത് കാണിക്കുന്നു പറയും. ഉടനെ അവൻ കുനിഞ്ഞ് പെരുത്തവന്റെ മൂട്ടിലേക്ക് നോക്കുക. അപ്പൊ ഇവന്മാരടാ വൃത്തിയിട്ടവനെ, നീ ആ പെണ്ണിന്റെ പുറകിൽ ചെന്ന് നോക്കിയിട്ടാണോ അവള് പ്രേതമല്ലെന്ന് പറഞ്ഞ്? അങ്ങനെയല്ല നോക്കേണ്ടത്, ഇങ്ങനെയാണെന്നും പറഞ്ഞ് പെരുത്തവൻ കുനിഞ്ഞ് കാണിക്കും. കുനിഞ്ഞ് കാലിന്റെ ഇടയിൽ കൂടെ നോക്കി കാണിക്കും. അപ്പണ്ട് ഹീറോ വരുന്നു. നിങ്ങളിവിടെ എന്ത് കഥ പറഞ്ഞിരിക്കുക? ഭക്ഷണം റെഡിയായി, കഴിക്കുന്നില്ലേ? നിന്റെ മോന്തയ്ക്ക് എന്ത് പറ്റിയതാടാ? നിന്നെ കുത്തിപ്പൊള്ളിയിരിക്കുന്നല്ലോ, കടന്നല് കുത്തിയതാവും, ഇവിടെ ഒരുപാടുണ്ട്, എന്തായാലും വീട്ടിലേക്ക് വായോ, ഞാൻ മരുന്ന് തരാമെന്ന് പറയും ഹീറോ. ഇവരൊന്നും മിണ്ടുന്നില്ല, പോകാനും പേടി. ചെറിയവൻ പെട്ടെന്ന് അവൻ എഴുതി വെച്ചത് മാച്ച് കളഞ്ഞിട്ട് ഇവര് വീട്ടിലേക്ക് നടക്കും. ഹീറോ നോക്കുമ്പോൾ സാരി എന്നുമുണ്ട് എസ് എന്നുമുണ്ട്. സെയ്ത്താന്റെ എസ് ആണ് എഴുതി വെച്ചേക്കണത്. ഇതെന്താ സാരി എസ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ സാരിയുടെ സ്പെല്ലിംഗ് എഴുതി പഠിച്ചാണ്. അത് കഴിഞ്ഞ് ഇവർ വീട്ടിലേക്ക് വരുന്നു. ഹീറോ ഇല്ലാത്ത സമയത്ത് കൂട്ടുകാർ തമ്മിൽ ചർച്ച. ഇനി അങ്ങനെ സാരി പ്രേതമാണെങ്കിൽ നമുക്കിനി ഒരു നിമിഷം ഇവിടെ നിന്നുകൂടാ, ഈ നാട് വിട്ടു പോകണം. എന്നാൽ കങ്മാക്കിന് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. അവനൊരു പ്രേതത്തിന്റെ കൂടെ വിട്ടു കഴിഞ്ഞാൽ അവൻ എന്ത് സംഭവിക്കും? നമ്മൾ എന്തായാലും ഈ കാര്യം അവനോട് പറയണം. പക്ഷെ ആരാ പറയുക, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇവർ ആലോചിച്ച് വെക്കുമ്പോൾ ഹീറോ വരുന്നു. പെരുത്തോൻ പറയും, കങ്മാ ഒരു കാര്യം ഞങ്ങൾക്ക് നിന്നോട് പറയാനുണ്ട്. അതെന്താന്ന് വെച്ചാൽ സോല നിന്റെ അടുത്ത് പറയും. അങ്ങനെ മെല്ലെ അത് പാസ് ചെയ്ത് താടിക്കാരന് വിട്ടു. താടിക്കാരനും പറയാൻ മടിയുണ്ട്. അവൻ പറയും, സത്യം എന്താന്ന് വെച്ചാൽ സുപ്ര നിന്നോട് പറയും. സുപ്ര നമ്മുടെ ആശാനാ, സുപ്രയ്ക്കും പറയാൻ വയ്യ. അവൻ മെല്ലെ നമ്മുടെ ചെറിയവന് പാസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ ചെറിയവൻ കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഹീറോ ഞെട്ടിപ്പോയിട്ട് ചോദിക്കുകയാണ്, അവൻ എന്താ പറഞ്ഞേ, എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഇവര് നിങ്ങൾ പറയും, ഇവൻ പറയുന്നു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സാരി എന്നെ വരിക. അവളെ കണ്ട് അവളെ മുന്നിൽ വെച്ച് പറഞ്ഞ പണിയിട്ടു. ഉടനെ ഇവര് മാറ്റി പറയും, സാരി സുന്ദരിയാ, ഞങ്ങൾ അതാണ് ഉദ്ദേശിച്ചത്, ഇതാണോ പറയാൻ ഇത്ര മടിച്ചെന്ന്? അവള് സുന്ദരിയാണെന്ന് എനിക്ക് അറിയാലോ, നിങ്ങൾ വായോ കഴിക്കാന്ന് പറഞ്ഞ് അവരെ വിളിച്ചോണ്ട് പോകുമ്പോൾ തന്നെ ഈ ചെറിയവന് മരുന്നും കൊടുക്കുന്നുണ്ട്. വാ ഭക്ഷണം കഴിക്കാം, കഴിച്ചില്ലെങ്കിൽ അവക്ക് നിങ്ങളോട് പ്രതികാരാവും, സൂക്ഷിച്ചോന്നും പറഞ്ഞ് ഹീറോ വെറുതെ കൂട്ടുകാരെ പേടിപ്പിക്കും. ശരി കഴിക്കാൻ വരാന്ന് പറഞ്ഞ് ഇവർ പോകുന്നു. സന്ധ്യ ആയതുകൊണ്ട് തന്നെ ഇവർ കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേന് ഇരുട്ടും. നമ്മുടെ ചെറിയവൻ നോക്കുമ്പോൾ സാരിയുടെ കയ്യിൽ മോതിരമുണ്ട്. ആ ഡെഡ് ബോഡിയുടെ കയ്യിലുണ്ടായിരുന്ന അതേ മോതിരം. അവന് പേടിയാവും. അടുത്തത് ഫുഡ് വന്നു. ഫുഡാണെങ്കിൽ തേളും പല്ലിയും പുഴുക്കളും കരിയിലേക്ക്. ഇതാണോ ഈ പെണ്ണ് ഇത്രയും നേരം കഷ്ടപ്പെട്ടുണ്ടാക്കിയത്? ഭക്ഷണം കണ്ട് ഇവരെല്ലാം പേടിക്കും. നമ്മുടെ ആശാൻ പറയാ, എനിക്ക് ഹൃദയവേദനയുണ്ട്, ഇപ്പൊ പെട്ടെന്ന് കഴിക്കാൻ പാടില്ല, ഇത് കൊളസ്ട്രോൾ ഉള്ള ഫുഡല്ലേ, അത് കഴിച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടാ. തടിയൻ പറയാം, എനിക്ക് ഡയബറ്റീസ് ഉണ്ട്, ഇതൊന്നും കഴിക്കാൻ പാടില്ല. പെരുത്തോനാണെങ്കിൽ എനിക്ക് കൊളസ്ട്രോളും ഡയബറ്റീസും ബ്ലഡ് പ്രഷറും ഉണ്ട്, ഇത് കഴിച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടാ, ഞാൻ വല്ല റൊട്ടി വാങ്ങിച്ചു തന്നോളാം. ഹീറോ തമാശ പറയില്ലടാ, നിങ്ങൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടെന്ന് എനിക്കറിയാം, എടുത്ത് കഴിക്കുന്നും പറഞ്ഞ് ഹീറോ ആദ്യം 2 പുഴുവിനെ എടുത്ത് തിന്നുന്നുണ്ട്.
അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായില്ല. സാരി പറയും, കുറച്ച് ഭക്ഷണമെങ്കിലും നിങ്ങളെടുത്ത് കഴിക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്, കഴിക്കാതിരിക്കരുത് എന്ന് അവള് ഭീഷണി സ്വരത്തിൽ പറയും. ഇവരെല്ലാം പേടിച്ച് ഓരോ കരിയിലേക്ക് എടുത്ത് കൈ വയ്ക്കുന്നുണ്ട്. നമ്മുടെ ആശാൻ അത് ചവയ്ക്കാൻ തുടങ്ങും. എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് താടിക്കാരൻ അവനോട് ചോദിക്കും എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാൻ പറയും. അവൻ കഷ്ടപ്പെട്ട ഒരു പുഴുവിനെടുത്ത് തിന്നിട്ട് നല്ല ഫ്ലേവറാ, സ്വീറ്റും സാൾട്ടിയൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഫ്ലേവർ. പിന്നെ നമ്മുടെ പാവൻ ചിന്നവൻ അവനെങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കുറച്ചെടുത്ത് വായിലിട്ടിട്ട് എന്തൊക്കെയോ പറയാൻ നോക്കുന്നു. എങ്ങാനും കൊള്ളില്ലെന്ന് പറഞ്ഞാൽ പെണ്ണിന് ദേഷ്യം വരും. അവന് പറയാൻ പറ്റാത്തതുകൊണ്ട് താടിക്കാരൻ പറയും ചെറുക്കന് ഒരുപാട് ഇഷ്ടമായിത്രേ, വീണ്ടും വേണമെന്നാ പറയുന്നു. ഉടനെ കിട്ടിയ തക്കം നോക്കി ഇവർ അവരുടെ പ്ലേറ്റിലുള്ള എല്ലാ സാധനവും എടുത്ത് ഇവനിട്ട് കൊടുക്കും. ഇവന്റെ തലയ്ക്ക് വെച്ചു കൊടുക്കുകയാണ്. തിന്നോട്ടെ എന്ന് പറഞ്ഞു. പാവൻ ചെറുക്കന് വേറെ വഴിയില്ലാതെ അവൻ ഓരോ പുഴുവിനെയും പെറുക്കി തിന്നായിരിക്കും. അത് കഴിഞ്ഞ് ഹീറോ പറയും ഇനി ഡെസേർട്ടും കൂടെ ഉണ്ട്, ഞാൻ ചെന്ന് എടുത്തോണ്ട് വരാം, എല്ലാവരും കാത്തിരിക്കണേന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് ചെല്ലുമ്പോൾ ഈ പെണ്ണ് എഴുന്നേക്കും. ഇവരെല്ലാം പേടിക്കുകയാണ്. ഇവളവരെ ഭീഷണിപ്പെടുത്തുന്ന പോലെ കുറെ പുഴുവിനെടുത്ത് വാരി തിന്നുന്നുണ്ട്. ഉടനെ ഇവര് ഞങ്ങൾ ഇനി അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല, അതായിരിക്കും ഞങ്ങളുടെ ഹെൽത്തിനും നല്ലതെന്നും പറഞ്ഞ് എല്ലാവരും ഇറങ്ങി ഓടാൻ തുടങ്ങും. ഈ ചെറിയവൻ മാത്രം എപ്പോഴും ലേറ്റാ. അവൻ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിന്നിട്ട് ഞാനും പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഓടുമ്പോൾ അറിയാതെ കാല് തെറ്റി തെറിച്ചു വീഴും. ഞാൻ ചത്തേന്ന് പറഞ്ഞ് അവൻ കിടക്കുമ്പോൾ നീ ചത്തിട്ടില്ല, അവൾ നിന്റെ പുറകെ ഉണ്ട്, എഴുന്നേറ്റ് ഓടിവാന്ന് പറഞ്ഞ് അവനെയും ചേർത്ത് ഇവര് വഞ്ചി തുഴയാൻ തുടങ്ങുകയാണ്. പക്ഷെ വഞ്ചി നീങ്ങുന്നില്ല, നിന്നിടത്ത് തന്നെ കറങ്ങുക. എന്താ പറ്റണേന്ന് അറിയാതെ ഇവര് നിൽക്കുമ്പോൾ സാരി വിളിച്ചു പറയും എന്റെയും എന്റെ ഭർത്താവിന്റെയും ജീവിതത്തിൽ നിങ്ങൾ ഇടപെടരുത്. ഞങ്ങളുടെ സന്തോഷത്തിൽ ഒരു ക്രിമികീടായിട്ട് നിങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ നിങ്ങളെ വെറുതെ വിടാം. അവരെല്ലാവരും സത്യം ചെയ്ത് പറയും ഞങ്ങളിനി നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുകയില്ല, ഞങ്ങളെ വിട്ടേക്ക്, ഞങ്ങൾ ജീവനം കൊണ്ട് പൊക്കോളാന്നും പറഞ്ഞ് അവർ മാപ്പും പറഞ്ഞ് വണ്ടിയെടുത്ത് പോവുക. ഹീറോ 2 കുഞ്ഞിച്ചക്ക കൊണ്ടുവരുമ്പോഴേക്കും കൂട്ടുകാരെല്ലാം പോയി കഴിഞ്ഞു. അവരെന്താ പോയെന്ന് ചോദിക്കുമ്പോൾ സാരി പറയാണ് അവർക്കെന്തോ എന്നെ പേടിയാ, ഈ നാട്ടുകാർ എന്നെ പ്രേതാന്ന് പറയുന്നത് അവർ വിശ്വസിക്കുന്ന പോലെ. അങ്ങനെ അവർ ചെയ്തോ? അത് ശരിയല്ലല്ലോ, ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഹീറോ അവിടുന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് കൂട്ടുകാര് ഇനിയും നമുക്ക് ഇവിടെ നിന്നുകൂടാ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകാം. പക്ഷെ കങ്മാക്കൻ ഇതുവരെ അറിയില്ലല്ലോ അവന്റെ ഭാര്യ ഒരു പ്രേതാണെന്ന്. അവനെ രക്ഷപ്പെടുത്താതെ പോകുന്ന എങ്ങനെയാ? ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ ഇവർ കെട്ടിപ്പെറുക്കുമ്പോൾ ഹീറോ കതവി മുട്ടി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അവൻ കരഞ്ഞിട്ട് കൂട്ടുകാരോട് ചോദിക്കും ഈ നാട്ടുകാർ പറയുന്നതെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല? നിങ്ങളൊക്കെ ശരിക്കുള്ള സുഹൃത്തുക്കളാണോടാ? എന്നെ എന്റെ കുടുംബത്തെ നോവിക്കാൻ വേണ്ടി വന്നാണോ നിങ്ങൾ? ഉടനെ പെരുത്തോൻ പറയും നിനക്ക് മനസ്സിലാവുന്നില്ലേ, നിന്റെ ഭാര്യയും കുഞ്ഞും പ്രേതാടാ, പെരുംപ്രേത 2 നിന്നെ കൊന്നു തിന്നും. ഹീറോയ്ക്ക് ദേഷ്യം വരും. എനിക്ക് ഇങ്ങനെയുള്ള കൂട്ടുകാർ ഒരിക്കലും വേണ്ട, ഞാൻ പോവാ. നിങ്ങൾ ഇത്രയും മോശക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല, ഞാൻ ഇറങ്ങി പോവാന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പൊ ആശാനാണെങ്കിൽ നമുക്ക് അവനെ അങ്ങനെ വെറുതെ വിട്ടുകൂടാ, കൊല്ലാൻ കൊടുക്കാൻ പറ്റില്ല, എങ്ങനെയും രക്ഷപ്പെടുത്തണം, അതിനുവേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കണം എന്ന് പറയും. ഈ സമയത്ത് ഹീറോ തിരിച്ച് വീട്ടിലേക്ക് എത്തി. എനിക്കിനി അവന്മാര് വേണ്ട, അവന്മാരുമായിട്ട് ഞാൻ തെറ്റി, എന്തൊക്കെ വൃത്തിയോടെയുള്ള അവന്മാർ പറയുന്നു, അവന്മാരെന്ത് പറഞ്ഞാലെന്താ, എനിക്കെൻ്റെ ഭാര്യയുണ്ട്, എനിക്ക് നീ മതി മോളെ, ആരെന്ത് പറഞ്ഞാലും എനിക്ക് നിന്റെ കൂടെ ജീവിച്ചാൽ മാത്രം മതി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് പൂരമല്ലേ, ഈ നാട്ടുകാർ പറയുന്നൊന്നും കേൾക്കണ്ട, നമുക്ക് പണ്ടത്തെ പോലെ പൂരത്തിന് പോയിട്ട് വരാം. അപ്പൊ ഹീറോയും ചോദിക്കും നമ്മൾ മാത്രമോ, കുഞ്ഞ് ഉറങ്ങല്ലേ, അവനെങ്ങനെ കൊണ്ടുപോവാ? ഹീറോ പറയും നമുക്ക് പോയിട്ട് കുഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും തിരിച്ചു വരാം, അപ്പൊ കുഴപ്പമില്ലല്ലോ, വായോന്നും പറഞ്ഞ് ഇവര് വസ്ത്രമൊക്കെ മാറി അന്ന് നാട്ടിൽ നടക്കുന്ന പൂരത്തിന് പോവാണ്. ഇവളവിടെ വിൽക്കാൻ വെച്ചിരുന്ന ഒരു മാസ്ക് എടുത്ത് മുഖത്തിടും, നാട്ടുകാർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാവണം. എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് അവൾ വെക്കുന്നത്. ഹീറോയും തടയില്ല. ഇവരങ്ങനെ പൂരത്തിനുള്ള ഓരോ സംഭവങ്ങളും ചെന്ന് കാണുക, കളികളൊക്കെ കളിക്കുക, അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ആരെങ്കിലും ഇവരുടെ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കുകയാണെങ്കിൽ പെണ്ണ് പേടിപ്പിക്കും. ഇവളെ കണ്ട എല്ലാവർക്കും പേടിയാ. അങ്ങനെ കറക്ക ഊഞ്ഞാലിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ കെട്ടിയവനോട് പറയാണ് ഇനി എങ്ങാനും ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ എന്റെ ബേബി മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം, അങ്ങനെ ചെയ്യണം, എന്നാലേ എനിക്ക് സമാധാനമുള്ളൂ. അപ്പൊ ഹീറോ പറയും അതിലും ഭേദം ഞാൻ മരിക്കുന്ന, നീ ഇല്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കണ്ട, നിന്നെയും എൻ്റെ കൊച്ചിനെയും വിട്ട് എനിക്ക് വേറൊരു ജീവിതമില്ല, ഇമാതിരി വർത്താനം പറഞ്ഞേക്കല്ലേ, എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നു പറഞ്ഞിട്ട് ഹീറോ ഭാര്യയെ സ്നേഹിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ കൂട്ടുകാരെല്ലാവരും കൂടെ നേരത്തെ കണ്ടില്ല ഒരു മന്ത്രവാദി, പുകയില് ചവച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രവാദി, അതിനെ കാണാൻ വരും.